ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഡ്രാമ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഷ രാജീവ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചൈനീസ് ഡ്രാമയായ ദ സ്ലീപ്ലെസ് പ്രിൻസസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലാണ്. ഇതുവരെയുള്ള വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ നിങ്ങൾ ഈ ഡ്രാമകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മുടെ ഷിൻചാനും ഷിയും ഈ ഹീറോയിൻ്റെ ബ്രദറും തൂട്ട് ഫുഡിനകത്ത് കലർത്തി മരുന്ന് കഴിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേർക്കും ഉണ്ടാകുന്ന മരുന്നിൻ്റെ എഫക്റ്റുകളാണ് പിന്നീട് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഷിൻചാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തനിക്ക് തെറ്റായിട്ട് കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മുടെ ഷിൻചാൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീടുള്ള സീൻ എന്ന് വെച്ചാൽ അവിടേക്ക് നമ്മുടെ ഹീറോ കടന്നു വരുന്നു. അതിനുശേഷം ഹീറോ ആദ്യം വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇവർക്ക് എന്ത് പറ്റി എന്ന് കരുതി ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം ഓടി വന്നിട്ട് നോക്കുകയും അതിന് മനസ്സിലാകുന്നുണ്ട് ജീവനുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നു. പിന്നീടാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാക്കുന്നത് ഫുഡിൻ്റെ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. അതായത് ഫുഡിൽ എന്തോ കലർത്തി കഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ പൊക്കി ഒരു വെള്ളത്തിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കിസ്സിംഗ് ആണ് നടക്കുന്നത്. അവിടേക്ക് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ വരികയും അത് കാണുകയും ആ നിൽക്കുന്ന വേളയിൽ നമ്മുടെ ഹീറോയുടെ അമ്മ മുത്തശ്ശി അങ്ങോട്ട് കയറി വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരും ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത്. പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അമ്മ അവൾ പറയുന്നുണ്ട് പകലാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വഴക്ക് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഉണരുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. തായ് കാവിലിരിക്കുന്നുണ്ട്. എണീറ്റിട്ട് തായും ക്ഷീണിച്ച് ഉറങ്ങുകയാണ്. അന്നേരം നമ്മുടെ ഹീറോയിൻ നടന്നിട്ട് തായോ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് നീ ഫുഡിനകത്ത് എന്തോ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഷിൻചാനുമായിട്ടായിരുന്നല്ലോ ഇരുന്നത് എന്ന് പറയുന്നു. അപ്പറേ ഷിൻചാൻ ദേഷിച്ചാണ് പോയത്, എന്താ നടന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ആരെ ഇവിടെ കെട്ടിയിട്ടാന്ന് ചോദിക്കുമ്പോൾ ജനറലാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജനറൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അദ്ദേഹം പോയി എന്ന് പറയുന്നു. നമ്മുടെ ഷിൻചാൻ വളരെ ദേഷ്യത്തിലാണെന്ന് അറിയാം. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഷിൻചാനെ കാണാനും വേണ്ടി അവൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഷിൻചനെ കാണാൻ വേണ്ടി ഓടി വരുമ്പോൾ നമ്മുടെ ഷിൻചൻ്റെ കൂട്ടുകാരൻ ഏറ്റവും അടുത്ത ഒരു പടയാളിയുണ്ട്. ഓടി വന്നിട്ട് പറയുകയാണ് കടത്തി വിടാൻ പറ്റില്ല, ആരെയും കാണണ്ട എന്ന് പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നു. ഇത് കേട്ടോ നമ്മുടെ പ്രിൻസസിന് വളരെ വിഷമമായിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ, എന്നോട് വളരെ ദേഷ്യമാണല്ലോ എന്ന് വിചാരിക്കുന്നു. ഇതേ സമയം നമ്മുടെ പ്രിൻസ് ആണെങ്കിൽ വളരെ വിഷമത്തിലാണ്. എന്നിട്ട് അവൻ മനസ്സിൽ പറയുകയാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് അവളോട് എന്ത് തരത്തിലുള്ള സ്നേഹമാണെന്ന്, അവൾ എന്നും എൻ്റെ സഹോദരിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് അവൾക്കൊരിക്കലും ഈ വീട് ആവശ്യമില്ല, അവൾ ഇവിടെയല്ല നിൽക്കേണ്ടതെന്ന് മനസ്സിലിങ്ങനെ പറയാണ്. എന്നിട്ട് പെട്ടെന്നുള്ള ഓർമ്മയാണ് നമ്മുടെ പ്രിൻസസ് പറയാണ് ഇതെൻ്റെ വീടാണ്, ഞാനാണ് ഈ വീട്ടിലെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഓർമ്മയാണ് കാണുന്നത്. പിന്നീട് അത് നമ്മുടെ പ്രിൻസിന് വളരെ പശ്ചാത്താപം തോന്നും. ഞാനിനി എൻ്റെ സഹോദരിയുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഞാൻ ഇനി അവളെ ഇങ്ങനെ കാണും എന്നുള്ള രീതിയിൽ വളരെ വിഷമിച്ചിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഉടച്ചു കളയുകയാണ്. എന്നിട്ട് ദേഷ്യം വന്ന് പുള്ളിക്കാരനോട് തന്നെ ദേഷ്യം തോന്നി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ കുറുമ്പിയാണല്ലോ, അവളാണെങ്കിൽ മറ്റേ പടയാളികൾ കാണാതെ അതിനകത്തേക്ക് കയറി വരികയും നമ്മുടെ ഷിൻചാനെ കാണുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ് നീ മറന്നുപോയോ, ഞാനാണ് എൻ്റെ കയ്യിൽ നീ ഇവിടുത്തെ താക്കോൽ തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നത് എന്താ ഇവിടെ കള്ളന്മാർ കയറിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ പ്രിൻസ് ഒന്നും മിണ്ടുന്നില്ല, വളരെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്താ ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും പ്രിൻസ് അറിയില്ല, നീ ഒന്നും തെറ്റായിട്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ശരി ഞാൻ നിന്നെ അടിച്ചോ എന്ന് ചോദിച്ചിട്ട് ഒരു കത്തി എടുത്തിട്ട് പറയാണ് ശരി നിന്നെ ഈ കൈ കൊണ്ടല്ലേ അടിച്ചത്, ഞാൻ ഈ കൈ വെട്ടി കളയാമെന്ന് പറഞ്ഞ് കത്തി എടുത്തിട്ട് കാണിക്കുകയാണ്. നീ ഈ വിരലുകൊണ്ടാണോ അടിച്ചത്, ഈ കൈ കൊണ്ടാണോ അടിച്ചതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഷിൻചാൻ അനങ്ങുന്നതേ ഇല്ല. എന്നിട്ട് നമ്മുടെ പ്രിൻസസിന് ഭയങ്കര വിഷമാകുന്നു. എന്നിട്ട് അവിടെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ വെട്ടാൻ വേണ്ടി ഇങ്ങനെ പകുതി വരെ വന്നിട്ട് ഇവരെ നോക്കുമ്പോൾ ഇവനൊരു ഭാവമാറ്റവും ഇല്ല, വളരെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ പ്രിൻസസ് ചോദിക്കുകയാണ് നീ എന്താ എന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണോ, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ പറയുന്നത് എനിക്ക് പറ്റിയില്ല, നീ ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട് ദേഷ്യം. അന്നേരം നമ്മുടെ ഹീറോയിൻ പറയാണ് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുക, പക്ഷേ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഷിൻചാനെ വിളിച്ചിട്ട്. പെട്ടെന്ന് നമ്മുടെ പ്രിൻസ് അവളെ തട്ടി മാറ്റിയിട്ട് അവിടെ എണീറ്റ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നിന്നോട് ദേഷ്യപ്പെടാനുള്ള അവകാശമൊന്നും എനിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് ഞാൻ ഇതുവരെയും ഈ പകലും രാത്രി ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഞാൻ തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കിയേ പറ്റൂ എന്ന് പറയുന്നു. അതിന് നീ എന്നെ സഹായിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോ നമ്മുടെ പ്രിൻസ് പറയുകയാണെങ്കിൽ നീ ഇവിടെ തിരിച്ചു പോകണമെന്ന് പറയുന്നു. എന്നിട്ട് പടയാളിയെ വിളിച്ചിട്ട് പറയുകയാണ് ഇവളെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഇവൻ പറയുന്നുണ്ട് ഇവളെ പുറത്താക്കുക എന്ന് പറയുന്നു. ആ പടയാളികളാണെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ടുവന്ന് വെളിയിൽ വിട്ടിട്ട് കവാടം അങ്ങ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അവളിങ്ങനെ അവിടെ വിഷമിച്ച് അവിടെ ആ പടിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയാവുന്നു, മഴ വരുന്നു. എന്നിട്ട് നമ്മുടെ ഈ രാജകുമാരി ഇവിടുന്ന് പോകുന്നില്ല. അവിടേക്ക് നമ്മുടെ ഹീറോ ഒരു കൊടയായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഷിൻചനുമായിട്ട് ഞാൻ പിണങ്ങി, ഷിൻചൻ എന്നോട് വളരെ ദേഷ്യത്തിലാണ്, അവൻ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുന്നു. അതിന് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, നിങ്ങൾ സഹോദരങ്ങളല്ലേ, നിങ്ങൾ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ ഒന്നാകുമെന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ സമാധാനപ്പെടുത്തി കൂടെ അവളെ ഏൽപ്പിച്ചിട്ട് ആ കവാടത്തിന് അടുത്തേക്ക് ചെന്നിട്ട് വാളയ്ക്ക് ഊരിയിട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ ആ ആൾക്കാർ പറയുകയാണ് നമ്മുടെ രാജകുമാരനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതല്ല നമ്മുടെ രാജകുമാരി വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വളരെ എനിക്ക് ഏറ്റവും ഈ എപ്പിസോഡ് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സീനായിരുന്നു ഇത്. അതുകൂട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കറിഞ്ഞിട്ടുണ്ട് ഈ സീൻ കണ്ടിട്ട്. അതുകൂട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സീനാണ്. അന്നേരം നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും എനിക്ക് അറിയില്ല, എന്തായാലും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. അന്നേരം ആണെങ്കിൽ നമ്മുടെ ഷിൻചാൻ ഇത് കേട്ടിട്ട് പുറത്തോട്ട് വരികയും നമ്മുടെ ജനറലിനെ മാത്രം വിളിച്ചകത്ത് കയറ്റുന്നു. എന്നിട്ട് പറയുകയാണ്, നീ ഒരിക്കലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നു. നിനക്കിതല്ലായിരുന്നോ വേണ്ടത്, ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയുന്നതല്ലായിരുന്നു നിനക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നു അവളുടെ സഹോദരൻ വളരെ വിഷമത്തിലാണ്, അതുപോലെ തന്നെ അവളും വിഷമത്തിലാണ്. അവളുടെ സങ്കടം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷിൻചാൻ പറയുകയാണ്, ശരി നീ അവളെ കൂട്ടിക്കൊണ്ട് പോകൂ എന്ന് പറയുന്നു. അന്നേരം പറയും അവളോട് പറയാൻ എനിക്കൊരു കാരണം വേണ്ട, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അവളോട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും ഞങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ചാണ് വളർന്നു വന്നത്, ഒരു പരിധി വരെ ഉള്ളൂ സഹോദരൻ്റെ സ്ഥാനം, അത് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെയാണ്, നിങ്ങൾ അവളെ പൊന്നുപോലെ നോക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് പറയും അവൾ എന്നെ വിട്ട് പോകുന്നതല്ല, ഞാൻ ഒരിക്കലും അവളെ കൈവിടില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ശരി എങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നീ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ പുറത്തിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവളാണെങ്കിൽ പെട്ടെന്ന് കൊട എടുത്തെറിഞ്ഞിട്ട് ഓടി അകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ ഓടി വന്നിട്ട് നമ്മൾ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തില്ലേ നമ്മൾ വഴക്കിടില്ല എന്ന് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്, നീ പണ്ട് വഴക്കിട്ടപ്പോൾ ഞാൻ നിനക്ക് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ക്യാൻഡി മേടിച്ച് തന്നത് ഓർമ്മയുണ്ട് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അത് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ പ്രിൻസ് നമ്മുടെ ഹീറോയോട് പറയുകയാണ്, നോക്കൂ അവൾക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല, അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അവൾ വാങ്ങി തരുമ്പോൾ ഞാനത് കഴിക്കുന്നത്, അവൾ വിഷമിക്കേണ്ട എന്ന് കരുതിയാണ് എന്ന് പറയുന്നു. ഞാൻ ആകെ മടുത്തു, എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആകെ എന്ത് വിഷമം തോന്നുന്ന സീനാണെന്നറിയാമോ. അപ്പോഴത്തേനും നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ വിഷമിച്ച് അവിടെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രിൻസ് അവിടെ ആകെ വിഷമിച്ചിരിക്കുന്നു, ഹീറോ വിഷമിച്ചിരിക്കുന്നു. ഹീറോ അതിനുശേഷം റൂമിന് വെളിയിലോട്ട് വന്നിട്ട് നോക്കുമ്പോൾ അവൾ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവളോട് കുട എടുത്ത് കൊടുത്തിട്ട് ശരി വാ നമുക്ക് പോകാം, നമ്മുടെ വീട്ടിൽ പോകാമെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിനും അത് സമ്മതിച്ച് അവൻ്റെ ഒപ്പം പോവുകയാണ് ചെയ്യുന്നത്. ഇതേസമയം നമ്മുടെ പ്രിൻസ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. പഴയ ഓർമ്മകളിലൂടെ നമ്മുടെ പ്രിൻസും കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, നീ വിഷമിക്കേണ്ട, ആർക്ക് പോയാലും നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയുടെ തോളിലേക്ക് ചായുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടും അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് നമ്മുടെ പ്രിൻസ് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത ചെകുത്താൻ കയറിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണം, എനിക്ക് ഒരിക്കലും നിന്നെ ഇനി കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവളുടെ മാപ്പ് പറയുകയാണ് മനസ്സ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജനറലിൻ്റെ കൊട്ടാരമാണ്. അവിടെ ആണെങ്കിൽ തായു അവൾക്ക് ഫുഡുമായിട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അതിന് ചോദിക്കുന്നുണ്ട് അവൾ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും കഴിച്ചില്ല, ഇത്രയും നാളായിട്ടും ഞാൻ അവളെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ഹീറോയിൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ സമാധാനപ്പെടുത്താൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. അതാ ഞാൻ ആരെയും സമാധാനപ്പെടുത്താനൊന്നും വന്നതല്ല, നാളെ നിങ്ങൾ തമ്മിൽ അങ്ങ് ഒന്നാകും. അന്നേരം നമ്മുടെ അതായത് പ്രിൻസ് എന്നെയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അന്നേരം നിനക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞാനാണ് ഉത്തരവാദിത്തം പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് ഞാനെന്തോ സാധനമാണോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനെന്ന് ചോദിക്കുന്നു. അതേ പറഞ്ഞ സാധനമൊന്നുമല്ല, എത്രയ്ക്കാലും നിങ്ങൾ കൂടപ്പിറപ്പ്, അന്നേരം നിനക്ക് എന്തെങ്കിലും പറ്റിയാലും അവൻ ചോദിക്കാൻ വരുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവളെ സമാധാനപ്പെടുത്തി, ജീവിതത്തിന്റെ ഒരു കാലഘട്ടം വരെയുള്ളൂ പെൺകുട്ടികൾക്ക് അവരുടെ വീട്, പിന്നീട് ഭർത്താവിന്റെ വീടാണ് എന്ന് പറയുന്നുണ്ട്. അതിന് ചോദിക്കാൻ എന്താ സഹോദരങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാലേ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ സ്നേഹം അത് തെളിയിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനും പറയാം ശരി അത് തെളിയിക്കട്ടെ, എങ്കിൽ വാ നീ പുറത്തോട്ട് വരാൻ പറയുമ്പോൾ എന്നെ ഷിൻചാൻ ഇട്ടിട്ട് പോയി, എൻ്റെ ഒരു കാല് പോയി, ഇനി എനിക്ക് നടക്കാൻ വയ്യാന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ പറയാണ് ശരി നിന്റെ കാല് പോയോ, എങ്കിൽ ഞാൻ അത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പൊക്കി എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെയും കൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്നു. എന്നിട്ട് ഒരു കുതിരയെ കാണിച്ചിട്ട് പറയാണ്, അത് കണ്ടോ ഞാൻ ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്, നിനക്ക് ഇഷ്ടമായോ, നിനക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ചുകൊണ്ട് ആ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വൊമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും ഇപ്പോഴാണ് എൻ്റെ മൂഡ് ശരിയല്ലാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ ദേഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, നീ ഷിൻചനുമായിട്ട് വഴക്കേണ്ട കാര്യം എന്തുവാ, അവൻ വളർന്നു, അവൻ കുട്ടിയല്ല എന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നു അവൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കുട്ടിയാണ് എന്ന് പറയുന്നു. അതിന് ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ അവൻ കുട്ടിയാണെങ്കിലാണോ ആ ഫാൻ ഹൗസ് നടത്തുന്നതെന്ന് പറയുന്നു. അവൻ പറയും അതിനൊക്കെ എങ്ങനെ അറിയാം, ഫാൻ ഹൗസ് അയാളാണോ നടത്തുന്നതെന്ന് ചോദിക്കുന്നു. അതെനിക്ക് അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് ആ ഫാൻ ഹൗസോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഐഡിയ കിട്ടി, എന്തോ ഒരു അടുത്ത കുറുമ്പ് ഒപ്പിക്കാനെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോകുന്നത്. എനിക്കറിയാം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ ഓടി വരുന്നത് നമ്മുടെ തായുവിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തായു നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടി, നമുക്ക് ഫാൻ ഹൗസിലേക്ക് പോകാമെന്ന് പറയുന്നു. എന്തിനാ ഫാൻ ഹൗസിൽ പോകുന്നത്, ഇനി നമുക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട് തായു. അവിടെ ഒരുപാട് തടയാൻ ശ്രമിക്കുമ്പോൾ ഇല്ല അവിടെ ഷിൻചാനുണ്ട്, എൻ്റെ രൂപമാറ്റത്തെ പറ്റി അവൾക്കും അറിയാം നിനക്കും അറിയാം, അതായത് നീ എൻ്റെ രക്ഷയാണ് ആലോചിക്കുന്നത്, അതുപോലെ അവനും ആലോചിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് പാട്ട് പാടും, അന്നേരം അവൻ അവിടെ വരുമെന്ന് പറയുന്നു. അതിന് പറയുന്നുണ്ട് നിന്റെ രൂപമാറ്റത്തിനുള്ള സമയമായി, നീ അവിടെ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് ഇത് വെച്ചാൽ നിനക്ക് അത് അറിയാൻ പറ്റും, നീ വെളിയിൽ ഇറങ്ങരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രിൻസസ് പറയാണ് എൻ്റെ സേഫ് പ്ലേസ് ഷിൻചാനോടൊപ്പമാണ്, ഇവിടെ അല്ല എന്ന് പറയുന്നു. ഞാൻ ഇവിടെ സേഫായിട്ട് തിരിച്ചെത്തും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് അടുത്ത സീൻ വെച്ചാൽ നമ്മുടെ ഹീറോയും ഹീറോയുടെ സുഹൃത്തായ ബേയും കൂടി വരികയാണ്. അതിന് ചോദിക്കുന്നുണ്ട് ബേ കുതിരപ്പുറത്ത് പോയിട്ട് പ്രിൻസസ് ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് പറയുകയാണ് അവളുടെ അടുത്ത നീക്കം എനിക്ക് അറിയാം, അവൾ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണുമെന്ന്
പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഓ ശരി എങ്കിൽ അവൻ ഫാൻ ഹൗസിൽ പോവുകയാണോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ഹീറോ പറയാണ്, നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഫാൻ ഹൗസ് ആണ്. പ്രിൻസസ് ആണെങ്കിൽ നമ്മുടെ ഫാൻ ഹൗസിൽ വരുന്നു. അതിൽ ആ ലേഡി ചോദിക്കുകയാണ്, ഇന്നെന്താ നീ വേഷം ഒന്നും മാറുന്നില്ലെന്ന് ചോദിക്കുന്നു. ഞാൻ ഇന്ന് വന്നത് ഒരു ബിസിനസ്സുകാരെ സംസാരിക്കാനാണ്, ഞാനിവിടെ ഒരു പാട്ട് പാടാൻ വന്നതാണ് എന്ന് പറയുന്നു. അതിന് നീ എന്നെ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട്. അവൻ പറയും, ശരി അതിന് ഞാൻ സമ്മതിക്കാമോ, നീ ആ ബോക്സ് തരാമോ എന്ന് ചോദിക്കുന്നു. ശരി ഞാൻ പോയിട്ട് വരുന്നിടം വരെ ഈ ബോക്സ് നീ കൈ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പുതിയ വേഷം മാറൽ ഘട്ടത്തിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പുതിയ ഡ്രസ്സ് നോക്കി വരികയാണ് ചെയ്യുന്നത്. ദശയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തിരക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് അവള് ഫാൻ ഹൗസിൽ പോയിരിക്കുകയാണ്, ഇതറിഞ്ഞ് ജനറലും അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നേരം നമ്മുടെ ജനറലിനെ വഴക്ക് പറഞ്ഞിട്ട് അവനാണ് അവളെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകണം, അങ്ങോട്ട് വണ്ടി തയ്യാറാക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ഷിൻചൻ ആണെങ്കിൽ ആകെ മദ്യപിച്ച് വളരെ വിഷമത്തോടിരിക്കുന്ന ഒരു സീനാണ് പിന്നീട് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രിൻസിന്റെ കൂട്ടുകാരൻ ക്യൂഷി വരുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ പ്രിൻസസ് രൂപമാറ്റം സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ജനറലിന്റെ കൊട്ടാരത്തിലെ കാര്യങ്ങളും രഹസ്യമായി പറഞ്ഞു വേണം, അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തെറ്റിയല്ലോ, ഇനി പ്രിൻസസിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. രൂപമാറ്റം സംഭവിച്ച് നമ്മുടെ ജനറലിനെ അവർ കൊല്ലുമായിരിക്കും, നമ്മൾ ഇന്നത്തെ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ പ്രിൻസ് പറയുകയാണ്, നീ എന്നെ വീണ്ടും തലയിടാനാണോ, എനിക്ക് ഞാൻ സാധിക്കില്ല, ഞാൻ അവളെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വേഷമൊക്കെ മാറി ഇങ്ങനെ വരികയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയി അവിടെ എത്തുന്നു. നമ്മുടെ ഹീറോ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ പെൺകുട്ടി നമ്മുടെ പ്രിൻസസ് ആണ്. പ്രിൻസസ് ആണെങ്കിൽ നമ്മുടെ ഹീറോയെ കണ്ടു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുമോ, അടുത്ത രൂപമാറ്റമാണ്. എന്തായാലും കാണണം കേട്ടോ, അടുത്ത എപ്പിസോഡ് കാണാതിരിക്കരുത്. അതായത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ കുറച്ച് വിഷമമൊക്കെ കുറച്ചല്ല കേട്ടോ, എനിക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡിലെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് കമന്റിൽ ടൈപ്പ് ചെയ്യുക. എങ്കിൽ സൈനിങ് ഓഫ് നിഷ രാജീവ്.